നമ്മൾ നോക്കുമ്പോഴേ ഇപ്പം ഇസ്ലാമിലാണെങ്കിൽ പറയണത് ദൈവം അള്ളാഹു അല്ലാതെ ഒരാരാധ്യനില്ല, മുഹമ്മദാണ് അള്ളാഹുവിൻ്റെ ദൂതൻ, അങ്ങനെയുള്ള ഒരാൾക്ക് ഇറക്കപ്പെട്ടതാണ് ഖുർആൻ. ഓക്കെ, അപ്പോൾ ഈ ഖുർആൻ വായിച്ചു കഴിഞ്ഞാൽ ഈ മുഹമ്മദ് എങ്ങനെയാണ് അള്ളാഹുവിനെ അറിഞ്ഞത് എന്നുള്ള ഒരു കാര്യമാണ് അവിടെ വെളിപ്പെടേണ്ടത്. ബാക്കി ചുറ്റുഭാഗത്തുള്ള വേറെ ഒന്നിനും ഇമ്പോർട്ടൻസ് ഇല്ല. ഏറ്റവും ഇമ്പോർട്ടൻസ് ആയിട്ട് കിടക്കുന്നത് അള്ളാഹു മാത്രമാണ്. അപ്പോൾ ആർക്കെങ്കിലും അള്ളാഹുവുമായിട്ട് ബന്ധമുണ്ടെങ്കിൽ അവരുമായിട്ട് മാത്രമേ അവിടെ ബന്ധം സ്ഥാപിക്കാൻ പറ്റുള്ളൂ. അല്ലാതെ എൻ്റെ ഭാര്യ, എൻ്റെ കുട്ടികൾ എന്നൊക്കെ പറഞ്ഞ് കുറേ കാര്യങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ അള്ളാഹുവുമായിട്ട് അവിടെ ബന്ധം വരില്ല. കാരണം അത് ഫുൾ ടൈമുള്ള ബന്ധമാണ്. ഓക്കെ, എന്നതുപോലെ ഇനി ക്രിസ്ത്യാനിറ്റിയിൽ പോയി കഴിഞ്ഞാൽ അവിടെയും പറയണത് ഇത് തന്നെയാണ്. ഈ പറയുന്ന പിതാവും പുത്രനും പരിശുദ്ധാത്മാവും എല്ലാം നീയാകണം, അല്ലെങ്കിൽ നീയുമായിട്ട് ദൈവത്തിൻ്റെ ആ ഒരു ബന്ധം, അല്ലെങ്കിൽ നിന്നിലുള്ള ദൈവത്തെ നീ തിരിച്ചറിയണം. ഇനി ഹിന്ദുവിലേക്ക് വന്നാലും ബുദ്ധിസത്തിലേക്ക് വന്നാലും എല്ലാത്തിലേക്ക് വന്നാലും അവനവനിലുള്ള ആ ശക്തിയെ പറ്റിയാണ് ഈ പണ്ട പുസ്തകങ്ങൾ മുഴുവൻ പറയണത്. അപ്പോൾ ഇതെല്ലാം വായിച്ചിട്ട് നമ്മൾ ചെയ്യുന്ന പ്രവൃത്തിയാണ്, അല്ലെങ്കിൽ ജീവിതത്തിൽ നമുക്ക് കിട്ടിയ സ്ഥാനമാണ്, അല്ലെങ്കിൽ നമുക്ക് കിട്ടിയ എന്താ പറയുക, നമ്മൾ ഇത്രയും കാലത്ത് നമ്മൾ അനുഭവിച്ച കാര്യങ്ങളാണ് ഞാനെന്ന് തെറ്റിദ്ധരിക്കണോടത്ത് ഒരാൾക്കും ഇതിൻ്റെ ക്ലാരിറ്റി കിട്ടാൻ പോണില്ല. കാരണം നമ്മളിങ്ങനെ എണീറ്റ് നിൽക്കാൻ സാധ്യമാക്കണ ആ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നതുമായിട്ടുള്ള നമ്മുടെ ബന്ധമാണ് ഈ പറയുന്ന എല്ലാ ഗ്രന്ഥങ്ങളിലും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ ഇതറിയാതെ ബാക്കിയുള്ള കുറേ കാര്യങ്ങളുടെ പുറകെ പോയിട്ട് അവനവൻ്റെ താല്പര്യങ്ങളും എന്തുകൊണ്ടാണ് താല്പര്യങ്ങൾ ഉണ്ടാവണമെന്ന് അറിയാതെ എല്ലാത്തിലും പോയി ലോക്കായി കിടക്കുന്നത് കൊണ്ട് നമുക്ക് നമ്മളെ കാണാൻ പറ്റുന്നില്ല. ഇതുകൊണ്ട് നമ്മളെന്താണ്, എന്തിനെയാണോ നമുക്ക് വടിയായിട്ട് പിടിക്കാൻ തന്നത് ആ വടിയിൽ നമ്മൾ കെട്ടിപ്പിണഞ്ഞു പോയി നമ്മളായിട്ട് നിൽക്കുന്ന അവസ്ഥ നമുക്ക് കാണാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഇപ്പോഴും മുഹമ്മദിനെയും അള്ളയെയും മതത്തെയും ജാതിയെയും രാജ്യത്തെയും എല്ലാം മനുഷ്യൻ താങ്ങി നടക്കുന്നത്. അല്ലെങ്കിൽ നമ്മൾ എണീറ്റ് നിൽക്കാനുള്ള കാരണം ഈ ശക്തി നമ്മളിൽ പ്രവർത്തിക്കുന്നത് കൊണ്ടല്ലേ. അതിനെ നമ്മൾ പുറത്ത് അന്വേഷിച്ച് കഴിഞ്ഞാൽ, പുറത്ത് നമ്മൾ തപ്പിക്കഴിഞ്ഞാൽ എങ്ങനെയാണത് നേരെ പോകുന്നത്? എന്നിട്ട് നമുക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റുമോ? നമ്മളിൽ ഈ ശക്തി പ്രവർത്തിക്കുന്നത് എങ്ങനെയാണെന്നറിഞ്ഞ് നമ്മൾ വേറെ എന്തിൻ്റെല്ലാം മുന്നിലാണോ നമ്മൾ അടിമയായിട്ട് നിൽക്കുന്നത്, അല്ലെങ്കിൽ മറ്റുള്ള എന്തെല്ലാമാണോ നമ്മളെ കൺട്രോൾ ചെയ്യണത്, ആ കൺട്രോളിൽ നിന്ന് നമുക്ക് മാറാൻ ഈ ശക്തിയെ നമ്മൾ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അല്ലാതെ എല്ലാവരുടെ മുമ്പിലും പോയി കളവ് പറഞ്ഞിട്ട് നമ്മളാണ് നശിക്കുന്നത്. മനസ്സിലായ? അപ്പോൾ അങ്ങനെ നമ്മൾ പെട്ട് കിടക്കുന്ന അവസ്ഥയെ തിരിച്ചറിയാം.